ഹലോ ഡിയേഴ്സ്, നമ്മൾ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് കേരള. ഇപ്പം കൊളോണിയൽ പീരീഡിൽ, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ അവർ അവരുടെ കീഴിൽ എങ്ങനെയാണ് കേരളത്തിൻ്റെ എക്കോണമി, സാമ്പത്തിക വ്യവസ്ഥ മെച്ചപ്പെട്ടോ അല്ലെങ്കിൽ ബാക്ക്വേർഡായോ എന്നുള്ളത്. അതുപോലെ തന്നെ അഗ്രികൾച്ചറിൽ അവർ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, ട്രാൻസ്പോർട്ടേഷനിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, എഡ്യൂക്കേഷനിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ. അതിൽ അഗ്രികൾച്ചറിൻ്റെ ഒരു അവസ്ഥാവിശേഷം വളരെ ബാക്ക്വേർഡായിട്ട് പോവുകയായിരുന്നു. കാരണം അവരെന്ത് ചെയ്തു, അവർ കൂടുതൽ ഈ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പേർപ്പസിന് വേണ്ടി അവർ കോഫി പ്ലാന്റേഷനൊക്കെ അവർ എൻകറേജ് ചെയ്തിട്ട് പാഡി പോലെയുള്ള അല്ലെങ്കിൽ നെൽകൃഷി പോലെയുള്ളവർ ഡിസ്കറേജ് ചെയ്തു എന്നുള്ളത്. സോ പൂർണ്ണമായിട്ടും ബാക്ക്വേർഡ്നെസ്, അഗ്രികൾച്ചറിൽ ഒരു ബാക്ക്വേർഡ്നെസ് കേരളത്തിൽ വന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് മലബാർ ഏരിയാസിൽ വന്നു എന്നുള്ളത്. സോ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ, ഇൻഡിപെൻഡൻസ് മുന്നേ എന്തായിരുന്നു, മലബാറിൽ നല്ല രീതിയിലുള്ള ഒരു അഗ്രികൾച്ചറൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അത് മാറിയിട്ട് എക്സ്പോർട്ടേഷൻ ആയിരുന്നു. കൂടുതൽ നെല്ലുകൾ എക്സ്പോർട്ട് ചെയ്തിരുന്നു അങ്ങോട്ട്, അന്യ സംസ്ഥാനങ്ങളിലേക്കും അതുപോലെ തന്നെ അതർ പ്ലേസുകളിലേക്കൊക്കെ. പക്ഷേ എന്ത് ചെയ്തു, പിന്നീട് അത് ഡിക്ലൈൻ ചെയ്തു, കുറഞ്ഞു വന്നു. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രൊമോഷനാണ് ഈ പാഡി വെറൈറ്റീസിന്. പിന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നു. ദിസ് എക്സൈഡ് ഡിസ്കസസ് മലബാർ ചേഞ്ച് ഇൻ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ട്രാൻസ്പോർട്ട് ആൻഡ് എഡ്യൂക്കേഷൻ അണ്ടർ കൊളോണിയൽ റൂൾ, റിട്ടൺ ബൈ B.A. പ്രകാശ്, പ്രൊഫസർ ഓഫ് എക്കണോമിക്സ്. ഇത് എഴുതിയത്. മലബാർ വാസ് ഡിവൈഡഡ് ടെറിറ്റോറിയലി ഇൻടു 18 താലൂക്സ് ആൻഡ് 2022 വില്ലേജസ്. മോണോകൾച്ചർ ഫാമിംഗ്, ലാൻഡ് റവന്യൂ സിസ്റ്റം ഫേവറിങ് ലാൻഡ് ലോഡ്സ്. അപ്പം ബ്രിട്ടീഷുകാർ വരുത്തിയ ചില കോൺസിക്വൻസസ്, അനന്തരഫലങ്ങൾ, ബാഡ് കോൺസിക്വൻസസ് എന്ന് പറഞ്ഞത് മോണോകൾച്ചർ ഫാമിംഗ് അവർ പ്രൊമോട്ട് ചെയ്തു എന്നുള്ളത്. അതായത് ഈ മോണോകൾച്ചർ ഫാമിംഗ് മൂലം സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഒക്കെ അത് കുറയാണ് ചെയ്യുന്നത്. അതായത് ഒരേ കൃഷി തന്നെ കാലാകാലം കൃഷി ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ മുന്നേ ഒരു റൊട്ടേഷൻ ഉണ്ടായിരുന്നു. പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ നമ്മളിപ്പം ഒരു 6 മാസം ഇത് കൃഷി ചെയ്താൽ, നെൽകൃഷി ചെയ്താൽ പിറ്റത്തെ 6 മാസം വേറെ പൂള അല്ലെങ്കിൽ മറ്റുള്ള കൃഷികളൊക്കെ ചെയ്യുന്ന ഒരു രീതി, അതാണ് റൊട്ടേഷൻ സിസ്റ്റം. ആ റൊട്ടേഷൻ സിസ്റ്റം അവർ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും കോഫി പ്ലാന്റേഷൻസിന് മാത്രം അവർ പ്രൊമോഷൻ ചെയ്തു. അവർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ സിസ്റ്റം ഫേവറിങ് ലാൻഡ് ലോഡ്സ്. അതുപോലെ അടിമകളായിട്ട് കർഷകരെ കണ്ടു. ലാൻഡ് ലോഡ്സിന് കൂടുതൽ ഫേവറിസം കൊടുത്തു, അല്ലെങ്കിൽ കൂടുതൽ പ്രിവിലേജസ് കൊടുത്തു, അധികാരങ്ങൾ കൊടുത്തു ഭൂവുടമകൾക്ക്, ലാൻഡ് ലോഡ്സ്. അതുപോലെ തന്നെ അവിടെയും കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. ലോസ് ഓഫ് പെപ്പർ മൊണോപ്പൊളി. അതുപോലെ തന്നെ പെപ്പർ എന്ന് പറയുന്നത് കുരുമുളക് കേരളത്തിൻ്റെ ഒരു ഒരു സ്വത്തായിരുന്നു ശരിക്ക്. പക്ഷേ അതിനെ അവർ കുത്തക ആക്കി വെച്ചുകൊണ്ട് അവർ ഗസ്റ്റുകളായിട്ട് നാട്ടിലേക്ക് വന്നിട്ട് അവരെന്ത് ചെയ്തു, അതിൻ്റെ മേലിൽ അധികാരം സ്ഥാപിച്ചുകൊണ്ട് അവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അവരുടെ ഒരു കുത്തക മൊണോപ്പൊളി അവർ സ്ഥാപിച്ചു എന്നുള്ളത്. Then limited coconut cultivation due to lack of adequate manure. മതിയായിട്ടുള്ള വളമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ കേരകൃഷി ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരവസ്ഥ എന്ന് പറയുന്നത്. ലോവർ yields in inland റീജിയൻസിൽ ഈ കുറഞ്ഞ അളവിൽ മാത്രമേ തേങ്ങകൾ കിട്ടുള്ളൂ എന്നുള്ളത്. കാരണം എന്താണ്, ഡിസ്കറേജിങ് ഫുഡ് ക്രോപ്സ് സച്ച് ആസ് ഇൻലാൻഡ് റീജിയൻസ്, ഉൾപ്രദേശങ്ങളിൽ അത് അങ്ങനെയുള്ള റീസൺ എന്ന് പറയുന്നത് ഒന്നാമത് വാട്ടർ അവൈലബിലിറ്റിയുടെ കുറവ്, ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ഡിസ്കറേജിങ് ഫുഡ് ക്രോപ്സ് സച്ച് ആസ് റൈസ്, വീറ്റ്, മെയ്സ്, ചോളങ്ങൾ, അതുപോലെ തന്നെ റൈസ്, നെൽകൃഷി, ഗോതമ്പ്, ഇതിൻ്റെയൊക്കെ ഉൽപ്പാദനങ്ങൾ എന്ത് ചെയ്തു, ഡിസ്കറേജ് ചെയ്തു ബ്രിട്ടീഷുകാർ എന്ന് പറയുന്നത്. ആൻഡ് എൻകറേജിങ് പ്ലാന്റേഷൻ ക്രോപ്സ്, അവരെന്ത് ചെയ്തു, കൂടുതൽ കൊമേഴ്ഷ്യൽ ക്രോപ്സ് സച്ച് ആസ് ടീ, കോഫി ആൻഡ് റബ്ബർ, അവർക്ക് കൂടുതൽ ക്യാഷ് കിട്ടാൻ വേണ്ടി, ഒരു കൊമേഴ്ഷ്യൽ പേർപ്പസിന് വേണ്ടി അവരെന്ത് ചെയ്തു, ഇത്യാദി ഈ വിളകളൊക്കെ, ടീ, കോഫി, റബ്ബർ, ഇതിനൊക്കെ എന്ത് ചെയ്തു, പ്രൊമോട്ട് ചെയ്തു എന്നുള്ളത്. ആ ഫ്യൂ കോൺസിക്വൻസസ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഓവർ ഇന്ത്യ. The economy of Malabar was largely non-monetized. പണ്ടത്തെ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, കൂടുതൽ മലബാറിലും നോൺ മോണിറ്റൈസ്ഡ് എക്കോണമി ആയിരുന്നു. കാരണം ഒരു ബാർട്ടർ സിസ്റ്റം പോലെയായിരുന്നു. അതായത് ക്യാഷ് ഉപയോഗിക്കാത്ത, മോണിറ്ററി എന്ന് പറഞ്ഞാൽ പൈസ, അല്ലെങ്കിൽ നോൺ മോണിറ്റൈസേഷൻ ആയിരുന്നു. അന്ന് എന്തായിരുന്നു, നമുക്ക് കൂടുതൽ ബാർട്ടർ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ
കുറച്ച് നെല്ല് കൊടുത്താൽ കുറച്ച് ഗോതമ്പ് തരുന്ന, ഓക്കെ, അതിന് ആനുപാതികമായിട്ട് തന്നെ ഒരു ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. അപ്പോൾ ഒരു കോർപ്പറേഷൻ ഉണ്ടായിരുന്നു, ആളുകൾ തമ്മിലൊരു സഹകരണം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി കിട്ടി ബ്രിട്ടീഷുകാർ വന്നപ്പോൾ എന്നുള്ളത്. മെജോറിറ്റി റിലൈഡ് ഓൺ അഗ്രികൾച്ചർ. അതുപോലെ തന്നെ പല ആളുകളും, ഓക്കെ, മെജോറിറ്റി പീപ്പിളും എന്തായിരുന്നു, അഗ്രികൾച്ചറിനെ ആശ്രയിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. ദ ഡിമാൻഡ് ഫോർ പെപ്പർ ഡിക്രീസ്ഡ് ബിക്കോസ് ഡച്ച് ആൻഡ് അതർ കൺട്രീസ് സ്പ്രെഡ് ഇറ്റ് കൾട്ടിവേഷൻ ടു ഡിഫറെൻറ്റ് റീജിയൻസ്. അവരെന്ത് ചെയ്തു, അവരൊരു മൊണോപ്പൊളി സ്ഥാപിച്ചിട്ട് അന്ന് നമുക്ക് മാത്രമായിരുന്നു, അതായത് കേരളക്കാർക്ക് മാത്രമായിരുന്നു ഈ ഒരു പെപ്പറിൻ്റെ ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നത്. അത് അവർ സ്വന്തമാക്കിക്കൊണ്ട് അവരുടെ നാടുകളിലൊക്കെ പറിച്ചു നട്ടുകൊണ്ട് അവരെന്ത് ചെയ്തു, അതിൻ്റെ മേലിൽ മൊണോപ്പൊളി സ്ഥാപിക്കാൻ തുടങ്ങി. നമ്മുടെ അനുവാദമില്ലാതെ തന്നെ, പെർമിഷൻസ് ഇല്ലാതെ തന്നെ അവരൊരു മൊണോപ്പൊളി സ്ഥാപിക്കാൻ തുടങ്ങി എന്നുള്ളത്. ദ ക്രോപ്പ് ഡിസീസ്, അതുപോലെ തന്നെ ഈ പെപ്പർ ഇൻഡസ്ട്രി നമ്മുടെ കേരളത്തിൽ ഇടിയാനുള്ള മറ്റൊരു റീസൺ എന്ന് പറഞ്ഞത് വിൽറ്റ് ഓഫ് പെപ്പർ വാടിപ്പോവുക എന്നുള്ളത്, ഓക്കെ, അതിൻ്റെ ലീഫ് വാടിപ്പോവുക എന്നുള്ളത് ഓൾസോ ബാഡ്ലി അഫക്റ്റഡ്. അതുപോലെ തന്നെ കോഫി വാസ് ഗിവൺ എക്സ്ട്രാ പ്രൊമോഷൻ ബൈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു, അവർക്ക് കൂടുതൽ പ്രൊമോഷൻ കൊടുത്തു കോഫിക്ക് വേണ്ടി. നേരെ മറിച്ച് ഈ ഫുഡ് ക്രോപ്സിന്, ഓക്കെ, ഭക്ഷ്യ വിളകൾക്ക് അവരെന്ത് ചെയ്തു, പ്രൊമോഷനാണ് കൊടുത്തത്. അവർ തീരെ പ്രോത്സാഹിപ്പിച്ചില്ല. എക്സെപ്റ്റിംഗ് ഫ്രം ടാക്സസ്, ഓക്കെ, അതിന് മാത്രം ടാക്സ് വേണ്ട, കോഫി പ്ലാന്റേഷന് മാത്രം എന്ത് വേണ്ട, ടാക്സ് വേണ്ട, മറ്റുള്ള കൃഷികൾക്കൊക്കെ ടാക്സ് വേണമെന്നുള്ള രീതിയിൽ ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഡിസ്മാൻഡിൽ ഹോളിസ്റ്റിക് അഗ്രികൾച്ചർ സിസ്റ്റം. ഹോളിസ്റ്റിക് മീൻസ് സമ്പൂർണ്ണമായിട്ടുള്ള, ഓക്കെ, നമ്മൾ അതായത് റൊട്ടേഷൻ സിസ്റ്റം ഓഫ് ഫാമിംഗ് ഒക്കെ പറഞ്ഞു. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ബാലൻസ്ഡ് അല്ലാത്തൊരു സ്റ്റേറ്റസിലേക്ക് നമ്മളെ കൊണ്ടുപോയി ബ്രിട്ടീഷ് റൂൾ എന്ന് പറയുന്നത്. ഇറ്റ് കൾമിനേറ്റഡ് ഇൻ എ ഷോർട്ട് ടേം കൊമേഴ്ഷ്യൽ ഗ്രോത്ത് ആൻഡ് ലോങ് ടേം സ്റ്റാഗ്നേഷൻ. അത് പര്യവസാനിച്ചത് എന്തിലാണ്, ഷോർട്ട് ടേം കൊമേഴ്ഷ്യൽ ഗ്രോത്ത്, ഓക്കെ, അതായത് വളരെ നമുക്ക് പെട്ടെന്ന് ബെനിഫിറ്റ് അതായത് ഷോർട്ട് ടേം കൊമേഴ്ഷ്യൽ ഗ്രോത്ത് പറഞ്ഞാൽ നമുക്ക് ലോങ് ടേമിൽ ഒരു ബെനിഫിറ്റ് ഇല്ല, ഓക്കെ. ഷോർട്ട് ടേമിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും, അതായത് ക്യാഷ് ഇതൊക്കെ കിട്ടും, പക്ഷേ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് മാറ്റിവെക്കാൻ നമുക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ. ആൻഡ് ലോങ് ടേം സ്റ്റാഗ്നേഷൻ, ഒരു പോവർട്ടി, ഇതൊക്കെ, അതായത് പിന്നെ ഭാവിയിൽ ഫ്യൂച്ചറിൽ നമുക്കൊരു സ്റ്റാഗ്നേഷൻ സംഭവിക്കുക, ഒരു നെഗറ്റിവിറ്റി സംഭവിക്കുക എന്നുള്ളത്. ദെൻ ലാസ്റ്റ് സ്ലൈഡ്, പാഡി കൾട്ടിവേഷൻ ഓൾസോ ഡിക്രീസ്ഡ് ഡ്യൂ ടു സ്ലോ ഡിക്രീസ് ഇൻ ഏരിയ അണ്ടർ പാഡി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ നെൽപ്പാടങ്ങളൊക്കെ നികത്തി അവിടെ ബിൽഡിങ്ങുകൾ, അതായത് ബ്രിട്ടീഷുകാർക്ക് അവർ കമ്പനികൾ ഒക്കെ നിർവഹിക്കാൻ അവർ നെല്ലിനെ എന്ത് ചെയ്തു, അവർ നിരാകരിച്ചു, നെൽകൃഷിയെ നിരാകരിച്ചു. അവരുടെ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ പിന്നെ അവരുടെ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കി. പോപ്പുലേഷൻ ഗ്രോത്ത് ഓൾസോ അഫക്റ്റഡ്. അതുപോലെ തന്നെ ജനസംഖ്യാ വർധനവും ഇതിൻ്റെ റീസൺ ആയിരുന്നു ഈ പാഡി കൾട്ടിവേഷൻ കുറയാനുള്ള. ദ വൺസ് എക്സ്പോർട്ട് ബിക്കെയിം ഇമ്പോർട്ടർ. ആദ്യം നമ്മൾ എക്സ്പോർട്ടേഴ്സ് ആയിരുന്നു, കയറ്റുമതി ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു ഈ നെല്ലുകൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദി ഇൻഡിജിനിയസ് ലൈഫ് സ്റ്റോക്ക് ഓഫ് മലബാർ ആർ ബുളക്സ്, കൗസ് ആൻഡ് ബഫ്ലോസ്. ഓക്കെ, അതായത് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ബുളക്സ്, കൗസ്, ബഫ്ലോസ്, ഓക്കെ, കന്നുകാലികൾ, ബഫ്ലോസ്, അതുപോലെ തന്നെ ബുളക്സ്, കൗസ്, പശുക്കൾ, ഇതൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്ത ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹോഴ്സസ്. നമ്മൾ മറ്റുള്ള അന്യനാടുകളിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഹോഴ്സസ്, ആസസ്, സ്വൈന്, ഷീപ്പ്, ഗോഡ്സ്, ആടുകളൊക്കെ നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ബ്രിട്ടീഷുകാർ. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇവിടെ ഉണ്ടാക്കിയത്. കൂടുതൽ എക്സ്പെൻസുകൾ വേണ്ടി വന്നു അവരെ പരിരക്ഷിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രഡീഷണൽ വേ ഓഫ് ലൈഫ് ഡിസ്റപ്റ്റ് ആയി എന്നുള്ളതും, ഓക്കെ, ഇവിടെയുള്ള ഫാർമേഴ്സിൻ്റെ ഒരു ട്രഡീഷണൽ വേ ഓഫ് ലൈഫ്, ഇവിടെയുള്ള ആനിമൽസിന് അത് ഒരു ത്രെട്ടായിട്ട് മാറി എന്നുള്ളതും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് അത് കൊണ്ടുവന്നത്. പോൾട്രി ഫാമിംഗ് അവർ കൊണ്ടുവന്നത്, കോഴി കൃഷി അവർ കൊണ്ടുവന്നതാണ് ബ്രിട്ടീഷുകാർ. ദി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് മെയ്ഡ് പുവർ പീപ്പിൾ പ്രോൺ ടു പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഫാമിൻ. അതായത് പുവറർ ബിക്കെയിം മോർ പുവർ ആൻഡ് റിച്ച് പീപ്പിൾ ബിക്കെയിം മോർ റിച്ച് എന്നുള്ളത്. സോ ദീസ് ആർ ദി സം ഓഫ് ദ കോൺസിക്വൻസസ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഓവർ ഇന്ത്യ.